ഗൈസ് അപ്പോൾ നമുക്ക് ട്രിപ്പ് പോയാലോ. അങ്ങനെ ഞങ്ങൾ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ട്രെയിൻ വന്ന് കിടക്കുന്നത് അനൗൺസ്മെന്റ് ചെയ്യുന്നു 10 മിനിറ്റ് കൊണ്ട് ട്രെയിൻ എടുക്കുമെന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പാടെ ചേർന്നിട്ട് ഒന്ന് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഓടി അവിടേക്ക് എത്തിയപ്പോഴും ട്രെയിൻ എടുക്കേണ്ട സമയമായി. ഓക്കെ, ഞങ്ങൾ കയറിയതും ട്രെയിൻ എടുക്കാനായി. ഓക്കെ, പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പോകുന്നെങ്കിലും ട്രെയിൻ കയറുമ്പോൾ ഹാപ്പിനെസ് ആണ്. ഓക്കെ, ട്രെയിൻ എപ്പോൾ കയറുമ്പോൾ ഒരു വിസ്മയമായിട്ടാണ് തോന്നാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ കൃഷി ഭംഗി ഞങ്ങൾ ആസ്വദിച്ചിരുന്നു. കുറച്ച് നേരം കുറേ കൃഷികൾ പുതുതായിട്ട് എന്തൊക്കെ കൃഷികൾ നട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല. കുറേ കൃഷിയിടങ്ങളാണ്, ഉള്ളിയാണ് തോന്നുന്നു. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ സൂര്യേട്ടൻ കണ്ടത്. സൂര്യേട്ടൻ്റെ അസ്തമയത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. ഒരു പുഴ, ഒരു സൂര്യൻ. അന്തസ്. അങ്ങനെ ഞങ്ങൾ വിശന്നിരിക്കുമ്പോഴാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡ്, ജാം, പഴം കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് ഒരുത്തരം ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൽ വീഴും. ഓക്കെ, ഇതാണ് നമ്മൾ മിസ്റ്റർ അക്ഷയ് ഫുഡ് ആണ് പോസ്റ്റ് എന്നിട്ടേക്ക് ഫുഡ് കഴിക്കുന്നത്. എന്താ ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ രാജുഭായ് എന്ന് പറയുന്നത്. ഇതാണ് രാജുഭായ്. നമ്മുടെ തിരുപ്പൂരിൽ എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ട്രെയിനിൽ കണ്ടതാണ്. ഓക്കെ, അടിപൊളിയായിട്ടുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെയാണ് അക്ഷയ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അപ്പുറത്ത് ബായി ഇരിക്കുന്നത്. ബായിക്ക് മലയാളം അറിയില്ല, പക്ഷേ കേട്ടിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ കേൾക്കുന്നോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ശരി, ഞങ്ങൾ അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നേരെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി.